സന്ധ്യയായി കഴിഞ്ഞാൽ പൂച്ചക്കുട്ടികൾ മതിലിൻ്റെ തൂണിൻ്റെ മുകളിൽ കയറി കിടക്കാൻ തുടങ്ങും കേട്ടോ. അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കണതാണ് എന്നുള്ളത് ഉറപ്പാണ്, കണ്ടില്ലേ. പക്ഷെ കുറിഞ്ഞി ഇന്നൊരു പണി ചെയ്തു. നമ്മുടെ ബൊമ്മിക്കുട്ടി കിടക്കുന്ന തൂണിൻ്റെ മുകളിലാണ് കയറി കിടക്കുന്നത് കേട്ടോ. ആ ബൊമ്മിക്കുട്ടി ആകെ വിഷമത്തിലാണ്. ബൊമ്മിക്കുട്ടിയുടെ തൂണിൻ്റെ മുകളിൽ കുറിഞ്ഞി കയറി കിടന്നു. കുറിഞ്ഞിയുടെ സ്ഥാനം അപ്പുറത്തെ തൂണാണ് കേട്ടോ. പക്ഷേ കുറിഞ്ഞി ബൊമ്മിക്കുട്ടിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബൊമ്മിക്കുട്ടിയുടെ തൂണിൻ്റെ മുകളിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ബൊമ്മിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു വടിയും കല്ലൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ കറുത്ത കാടൻപൂച്ച വരുമ്പോൾ മിരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പൂച്ചക്കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കറുത്ത കാടൻപൂച്ച വന്നിട്ട് കഴുത്തിലാണ് കേട്ടോ കടിച്ചിട്ട് കുടയണത്. അപ്പോൾ ഇതാ പീക്കിരിക്കുട്ടൻ ആരും എന്നെ പിടിക്കരുത് പറഞ്ഞിട്ട് ഇതാ വലിയ തൂണിൻ്റെ മുകളിൽ കയറി കിടക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ട്, എന്നേക്കാൾ ഉയരം ഇവിടെ ആർക്കും ഇല്ല, ഞാനാണ് ഇവിടെ വലിയ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മുടെ പീക്കിരിക്കുട്ടൻ ഈ തൂണിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പുറത്തെ തൂണിൽ നമ്മുടെ ബബ്ലിക്കുട്ടൻ കിടന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണാനില്ല. പക്ഷെ ഇവരെന്തങ്ങനെ പേടിച്ച് നോക്കണമെന്നറിയോ, നമ്മുടെ കറുത്ത കാടൻപൂച്ച വരുന്നുണ്ടോ എന്നാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണത്. കണ്ടോ. അപ്പോൾ ബൊമ്മിക്കുട്ടി ഭയങ്കര വിഷമത്തിൽ ഇതാ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വർക്ക് ഏരിയ പറയുന്നത് പൂച്ചക്കുട്ടികളുടെ ഉയരാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് എപ്പോഴും ഇവരിവിടെ ആയിരിക്കും കിടക്കുക കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ചമ്മിക്കുട്ടി ഇതാ ചമ്മിക്കുട്ടിയുടെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സ്ഥലം ചമ്മിക്കുട്ടി ആർക്കും വിട്ടു കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുതലാവാ കാരണം കൊണ്ട് നല്ല ദാഹമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബബ്ലിക്കുട്ടൻ ഇവിടെ കിടക്കണം കേട്ടോ. കണ്ടില്ലേ, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ. സന്ധ്യയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടേ ഇങ്ങനെ റിലാക്സ് ആയിട്ടുള്ള കിടപ്പാണ് കേട്ടോ. പക്ഷെ അവരുടെ ശ്രദ്ധ എന്താണെന്നറിയോ, നമ്മുടെ കറുത്ത കാടൻപൂച്ച വരുന്നുണ്ടോ എന്നാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാബുവേട്ടൻ വന്നു. അപ്പോൾ ബാബുവേട്ടൻ അങ്ങോട്ട് വരുമ്പോഴേക്കും പൂച്ചക്കുട്ടികൾ സ്വീകരിക്കാൻ ചെല്ലലാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയാണ് എന്നുള്ള ഒരു ബോധമൊന്നും അവർക്കില്ല. അപ്പോൾ നമ്മൾ വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ. അവരൊക്കെ പിടിച്ചു മാറ്റി വണ്ടി ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് സമാധാനമുള്ളൂ. എന്നിട്ടാണ് നമ്മൾ അവരെ തുറന്നു വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറിഞ്ഞി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എന്താണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, മീനാണോ കാറ്റ് ഫുഡാണോ സ്നാക്സ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാബുവേട്ടൻ്റെ കയ്യിലുള്ള കവറൊക്കെ മണത്ത് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ബാബുവേട്ടനെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ.